വിസ പോലെയല്ല, പോയി തിരിച്ചു വരാം, അവിടെ നിൽക്കാൻ സാധ്യതയില്ല, പോയി തിരിച്ച്. അപ്പോൾ ഇതുപോലെ നമ്മളുടെ ചില വിസകളും പ്രാർത്ഥനകളൊക്കെ റിജക്റ്റ് ചെയ്യും, നമ്മുടെ ഉദ്ദേശശുദ്ധി വ്യക്തമല്ലെങ്കിൽ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ നമ്മളിനി ഇപ്പോൾ 22-ാം തീയതി 8 ദിവസം കൂടി നമ്മളിത് മുന്നോട്ട് പോവുകയാണ് ഭംഗിയായിട്ട്. എത്രയോ ലക്ഷമാണ് മനുഷ്യർ. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം നാളെയാണ് ശരിക്കും പറഞ്ഞാൽ റാലി. എത്രയോ വർഷം മുമ്പ്, എത്രയോ മാസം മുമ്പ് അനൗൺസ് ചെയ്തതാണ്. അപ്പം നാളെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറ്റത്തില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അമ്മ നമുക്ക് വേറെ ഒരു ചാനൽ ഔട്ട് ചെയ്തു തന്നു. പക്ഷെ അതെന്ന് പറയണത് എത്ര ലക്ഷം പേര് ഈ പ്രാർത്ഥന കൂടിയൊന്നും ഒരു പിടിയില്ല. ഞങ്ങൾ പറയും, പിടിയൊക്കെ ഉണ്ട്, ഗൂഗിളിന് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. ഞങ്ങൾ 31-ാം തീയതി ആകുമ്പോൾ ഒക്ടോബർ മാസത്തിലുള്ള എല്ലാ വ്യൂവേഴ്സിനെയും കൂടി പ്രത്യേകം അടിച്ചു വരുമ്പോൾ ഞങ്ങൾ പറയും, അത് ഇപ്പം എനിക്ക് എൻ്റെ കണക്ക് കൂട്ടണമെങ്കിൽ ഒരു 10-50 ലക്ഷമെങ്കിലും ആയി കാണും വ്യൂവേഴ്സ്, ഇത് കൂടിയിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം ഈ കാലങ്ങളിൽ 50 ലക്ഷം ജപമാല ഈ ലോകത്തിൻ്റെ കൊറോണയുടെ എന്നുള്ള മോചനത്തിന് വേണ്ടി, അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ, എനിക്കാണെങ്കിൽ പലരും ഇങ്ങനെ ഫേസ്ബുക്കിൽ ചില പോസ്റ്റൊക്കെ ഇടുന്നുണ്ട്. അവർ പറയണത് ഇതാണ്, പുറത്ത് പറയാൻ പറ്റണില്ല, ഞങ്ങൾ പട്ടിണിയിലാണ്, 10 ദിവസത്തെ ജോലി കൂടി ചെറിയൊരു ജോലിയുണ്ട്, അത് പോയാൽ എങ്ങനെ ജീവിക്കുമെന്ന് അറിയില്ല. ഇപ്പം നമ്മൾ ഈ കാണുന്ന പോലെ അത്ര മനോഹരമല്ല കാര്യങ്ങളൊക്കെ. ഭയങ്കരമായിട്ട് പണ്ട് എന്ന് വെച്ചാൽ മനുഷ്യന് പട്ടിണി ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് ഇത്രയും അഭിമാനമില്ലായിരുന്നു. ഇതാണ് ഇപ്പോഴത്തെ വിഷയം, ഇപ്പോഴത്തെ പ്രശ്നം അതാണ്. പണ്ട് മനുഷ്യന് 53, 54, 55, 60, 65, 70 വരെ മനുഷ്യന് പട്ടിണി ഉണ്ടായിരുന്നു. ഏതായാലും 45-ൽ തുടങ്ങിയ പട്ടിണി 75 വരെ 70 വരെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഇത്രയും അഭിമാനമില്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മനുഷ്യന് ജീവനെപ്പോലെ അഭിമാനമുണ്ട്. അത് കാരണം തന്നെ മനുഷ്യൻ ആരുടെ മുമ്പിലും കൈ നീട്ടത്തില്ല. എന്നിട്ട് വെറുതെ ഇങ്ങനെ പട്ടിണി കിടന്ന് വിഷമിക്കും. ഇങ്ങനെ ഒരു വേദന ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ കൊണ്ടു നടക്കാറുണ്ട്. ഇങ്ങനെയുള്ള മനുഷ്യർ ഇപ്പോൾ ഒത്തിരിയാണ്. എത്ര നാളായി ഇത് അടച്ചിട്ടിട്ട്, എത്ര കാലമായി ഇത് അടച്ചിട്ടിട്ട്, ഈ ലോകം തന്നെ അടച്ചിട്ടിട്ട്. അപ്പോൾ ഞങ്ങളുടെ മനസ്സ് പറയണത് 31-ാം തീയതി മുതൽ കൗണ്ട് ഡൗൺ തുടങ്ങും. വെറുതെ പ്രാർത്ഥിക്കണില്ല. കൊറോണ വിമുക്തമായ ലോകത്തിന് വേണ്ടിയാണ് ജപമാല അർപ്പിച്ച ഒന്നാമത്തെ കാര്യം. അപ്പോൾ അമ്മയോട് പറഞ്ഞേക്കണം, അമ്മേ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഈ ചില റോക്കറ്റ് വിട്ടിട്ട് വന്ന് കടലിൽ വീണ പോലെ ഉള്ള അഭ്യാസങ്ങളല്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോ ഇടപെടണം. എന്നിട്ട് 31-ാം തീയതി എന്ന് പറയുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടന നവംബർ 1-ാം തീയതി പറയണം ലോകം മുഴുവനുമുള്ള കൊറോണ ലെവല് അപ്പ് ഡൗൺ ചെയ്യുക. മരണനിരക്ക് കുറയാൻ തുടങ്ങി, ക്വാറൻറ്റൈൻ കുറയാൻ തുടങ്ങി, കൊറോണ ബാധിക്കുന്നവരുടെ എണ്ണം കുറയാൻ തുടങ്ങിയെന്ന്, ലോകത്താകമാനം തുടങ്ങിയെന്ന് ഒരു നവംബർ 10-നുള്ളിൽ ഐക്യരാഷ്ട്രസഭ പ്രത്യേകിച്ച് ആരോഗ്യ സംഘടന പറയണം. അതിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ ഒക്ടോബർ മാസമല്ലേ, എന്നാൽ കൊന്തയിലേക്കാം, വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ ലോക്ക്ഡൗൺ അല്ലേ, അങ്ങനെയുള്ള പരിപാടിയല്ലേ ഇത്. ഇതെന്ന് പറയണത് അമ്മ പ്രത്യക്ഷപ്പെട്ടൊരു ഇടമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അടയാളം കിട്ടിയേ തീരത്തുള്ളൂ ഈ വിഷയത്തിൽ. അപ്പം അതുകൊണ്ട് നിങ്ങളും പ്രാർത്ഥിക്കണം. ഒക്ടോബർ മാസം 10 നവംബർ മാസം 10-നുള്ളിൽ ലോകാരോഗ്യ സംഘടന പറയണം. അതായത് ക്വാറൻറ്റൈൻ കുറഞ്ഞു വരുന്നു, അതുപോലെ തന്നെ മരണനിരക്ക് കുറഞ്ഞു വരുന്നു. കൊറോണ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ പെട്ടെന്നാണ് ഇങ്ങനെ കുത്തനെയുള്ള ഇറക്കം വന്നുകൊണ്ടിരിക്കുന്നത്. കൊറോണ ബാധിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നുവെന്നുള്ള ഒരു നല്ല ഒരു സന്തോഷ വാർത്ത കേൾക്കണം നമുക്ക്. അപ്പം അത് ഭയങ്കരമായ ആശിക്കാണ് പ്രാർത്ഥന. കാര്യം എന്താ, ഈ വരാത്തവർക്ക് അറിയത്തില്ല, വന്നവരുടെ വിഷമതകളും സങ്കടങ്ങളും ഭയങ്കരമാണത്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴും ഓരോന്ന് മാസ്ക് വെക്കാതെയൊക്കെ വായും പൊളിച്ച് ഇങ്ങനെ പട്ടി നടക്കണില്ലേ, ഒരു വിവരമില്ലാഞ്ഞിട്ടാണല്ല, വേറെ ഒരു കഥയുമില്ല, ഇതിനെക്കുറിച്ചൊരു ബോധമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കണത്. ഈ സാധനത്തെ ജസ്റ്റ് ഉടുപ്പെന്ന് വരെ പടരാൻ സാധ്യതയുള്ളതാണ്.
കീഴകത്ത് വന്നാൽ പിന്നെ 2-5-6 ദിവസം കഴിഞ്ഞേ അറിയത്തുള്ളൂ. നമ്മുടെ ശരീരമൊക്കെ ബ്ലോക്ക് ചെയ്ത് ആരോഗ്യമുള്ളവർക്ക് വലിയ പ്രശ്നമില്ലെന്ന് പറയണം. ബാക്കിയുള്ളവരുടെയൊക്കെ കാര്യം. അപ്പം നമ്മൾ ദൈവം തന്നിരിക്കുന്ന വിവേകം ഉപയോഗിക്കണം. അവിടെ കയറി കരിസ്മാറ്റിസം കളിക്കരുത്. ദൈവം തന്നിരിക്കുന്ന ഒരു വിവേകമുണ്ട്. അത് വിശ്വാസം തരണതിന് മുമ്പ് ദൈവം തന്നതാണ് വിവേകം. അപ്പോൾ അത് നമ്മൾ മാനിക്കണം. അല്ലാതെ ഞാൻ വിശ്വാസിയാണ്, എന്നെ തൊടത്തില്ലെന്ന് പറയേണ്ട കാര്യമില്ല. ഈ ലോകത്തിലുള്ള എല്ലാം തൊടാനായിട്ട് നമുക്ക്. പക്ഷേ ദൈവം ഈ ലോകത്തെല്ലാം സർവൈവ് ചെയ്യാൻ വേണ്ടി മനുഷ്യന് ആദ്യം കൊടുത്തിരിക്കണം എന്താണ്? വിവേകമാണ്. അത് ഉപയോഗിക്കാൻ അത് വിശ്വാസത്തിൻ്റെ നടപടിയാണ്. അല്ലാതെ അത് ദൈവത്തെ നിരാകരിക്കുകയല്ല, വിശ്വാസത്തിൻ്റെ ഒരു നടപടിയാണ്. പിന്നെ ചില കാര്യങ്ങൾക്ക് വിവേകത്തെക്കാൾ ഉപരി വിശ്വാസം ഉപയോഗിക്കേണ്ട ചില സമയങ്ങളുണ്ട്. അത് പരിശുദ്ധാത്മാവ് നിനക്ക് ആന്തരിക ബോധ്യം നൽകും. പക്ഷേ പരിശുദ്ധാത്മാവായിട്ട് സെൻസിറ്റീവ് ആയിരിക്കണം. അതാണ് പ്രശ്നം. ചിലപ്പോൾ വിവേകത്തെക്കാൾ നമുക്ക് വിശ്വാസം ഉപയോഗിക്കേണ്ട ഒരു സമയം വരും. പരിശുദ്ധാത്മാവ് പറയും കുഴപ്പമില്ല, വിശ്വാസം ഉപയോഗിച്ചാൽ മതി, ഇവിടെ വിശ്വാസമാണ് ഉപയോഗിക്കേണ്ടത്. പണ്ടെനിക്ക് അങ്ങനെ പെട്ടെന്നൊരു ബോധം വന്നു, വിവേകമല്ല ഇവിടെ വിശ്വാസമാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അത് പരിശുദ്ധാത്മാവ് പറയുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഞാനത് നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടത്. അതായത് ഞാനിപ്പോൾ എഴുതി അവസാനിപ്പിച്ച് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് എനിക്ക് സീനിയർ ഫെലോഷിപ്പ് തന്ന ഒരു പ്രോജക്റ്റുണ്ട്. നമ്മുടെ കടലോര കലകളെക്കുറിച്ചുള്ള എൻസൈക്ലോപീഡിയയാണ്. വലിയ പ്രോജക്റ്റാണ്. പക്ഷെ ഗവൺമെൻറ് ചോദിച്ചിരിക്കുന്നത് അതല്ല. ആ കാലങ്ങളിൽ സീനിയർ ഫെലോഷിപ്പിന് 2007 ഗവൺമെൻറ് കോൾ ഫോർ ചെയ്തിരിക്കുന്നത്, സെൻട്രൽ ഗവൺമെൻറ് കോൾ ഫോർ ചെയ്തിരിക്കുന്നത് 2 പേർക്കാണ് സീനിയർ ഫെലോഷിപ്പ് ഉള്ളത്. അന്നത്തെ 2,00,000-2.5 ലക്ഷം രൂപയാണ്. അപ്പോൾ അത് 2 പ്രോജക്റ്റിനാണ്. അപ്പോൾ ഗവൺമെൻറ് ചോദിച്ചിരിക്കുന്നത് ഫിസിക്സാണ് ചോദിച്ചിരിക്കുന്നത്. ഫിസിക്സിൽ ഏറ്റവും ഇന്നോവേഷൻ ചെയ്തിട്ടുള്ള ഒരു ഫോർമുല തയ്യാറാക്കി അത് അവരെ വിളിക്കുമ്പോൾ ചെന്ന് അവരെ ആ ഫോർമുല ആപ്ലിക്കേറ്റ് ചെയ്ത് അത് വിസിബിളാക്കി കാണിക്കണം അവരെ. അതിനാണ് സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് ഗവൺമെൻറ് ഗ്രാൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം മനോരമയിൽ ഞാനിത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലെന്താ ആണ് വന്നതെന്നറിയാവോ? ചവിട്ട് നാടകത്തിൻ്റെ പ്രോജക്റ്റ് അയക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. വിവേകമുള്ള വല്ലൂരും അയക്കുക. ഫിസിക്സ് ചോദിക്കുമ്പോൾ ചവിട്ടാടകം അയക്കാം. അപ്പോൾ 2-3 പേർ എന്നോട് ചോദിച്ചത് എന്തും മണ്ടരെ കാണിക്കണത്. ഇതിൻ്റെ അത് റീസൺ ഉണ്ട്. എന്താ എൻ്റെ അത് റീസൺ? നമ്മുടെ ഫെയ്ത്ത് ഈസ് അവർ റീസൺ. പക്ഷെ അത് പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരണം. ഇത് ചെയ്യണേ കുഴപ്പമില്ല, നീ വിട്ടോ, നിൻ്റെ വിശ്വാസം ദൈവം മാനിക്കും. ഫിസിക്സാണ് ചോദിച്ചിരിക്കണമെങ്കിലും. അപ്പോൾ അതിൽ കുറേ പേപ്പർ വേണമായിരുന്നു. ഇതെല്ലാം ഈ സെൻട്രൽ ഗവൺമെൻറ്റിൽ അതെല്ലാം സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഒരു 10-16 ദിവസം കൊണ്ട് പേപ്പറെല്ലാം ഒപ്പിച്ച് പിന്നെ കൃപാസനത്തിൻ്റെ ഓഡിറ്റിംഗ് നടത്തണം. ഓഡിറ്റിംഗ് നടത്തിയിട്ട് അത് സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കണം. ഇങ്ങനെയൊക്കെ പിന്നെ നമ്മുടെ 3 വർഷത്തെ ആക്ടിവിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കണം. പിന്നെ വർക്കിംഗ് റിപ്പോർട്ട് ഉണ്ടാക്കണം. ഇങ്ങനെ കുറേ സംഭവങ്ങൾ. ഇതിനെല്ലാം ഇത് റിപ്പോർട്ട് ഉണ്ടാക്കി പ്രസൻറ്റ് ചെയ്തിട്ട് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് സാക്ഷ്യം മേടിക്കണം. ഇതെല്ലാം കറക്റ്റ് ചെയ്ത് ഈ പ്രോജക്റ്റും പിന്നെ സ്കാമാൻ ചെയ്തിട്ട് ഒരു ബ്രിമ്മിൽ വെച്ചാൽ ഞാൻ അയച്ചത്. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കേരളത്തിൽ നിന്ന് 2 പേരെ തിരഞ്ഞെടുത്തതിൽ ഒരാൾ ഞാനായിരുന്നു. ആ വർക്ക് അപ്പം അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ സംഭവം വിടാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ഉള്ളിലൊരു തോന്നൽ തന്ന് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ജപമാലയിലാണ് അത് ചെയ്യണത്. എല്ലാം കാര്യം അമ്മയുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത്. സഞ്ചാരി മാതാവാണെന്ന്. മാതാവ് പണ്ടേ സഞ്ചാരി മാതാവാണ്, നിലക്ക് നിന്നിട്ടില്ല. മംഗളവാർത്ത സമയം മുതൽ സംഭവങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മംഗളവാർത്ത കഴിഞ്ഞ ഉടനെ സഞ്ചരിച്ചു പോയി എലിസബത്തിൻ്റെ വീട്ടിലോട്ട്. അവിടുന്ന് 3 മാസം കഴിഞ്ഞാൽ വന്നത്. പിന്നെ ഒരു 6 മാസം വീട്ടിൽ നിന്നിട്ട് പിന്നെയും പോയി ബത്ലഹേമിലേക്ക്, യൂദയായിലേക്ക് പോയി, സഞ്ചരിച്ചു പോയി. അവിടെ ഒരു മാസത്തോളം ഉണ്ടായിരുന്നു. പ്രസവം കഴിഞ്ഞ് പിന്നെയും കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി ഈജിപ്തിലോട്ട് പോയി. പിന്നെ തിരിച്ചു വന്ന് പിന്നെ വർഷം ദേവാലയത്തിൽ പോയി യേശുവിനെയും കൊണ്ട്. അവിടെ വെച്ചാണ് ഈശോ നഷ്ടപ്പെട്ടത്. പിന്നെയും തിരിച്ചു വന്ന് പിന്നെ നമ്മളങ്ങനെ ഈശോനെ കാണാൻ സഞ്ചരിച്ചു വന്നു.
കുരിശിൻ്റെ വഴിയെ സഞ്ചരിച്ച് വന്നു. മൊത്തം സഞ്ചാരമാണ്. അപ്പം അമ്മ എന്ന് പറയണത് സഞ്ചാരമാണ് ശരിക്കും. ഇപ്പം എൻ്റെ മനസ്സിൽ അന്നും പറഞ്ഞിരിക്കണ ഇതാണ്, അമ്മ ഉണ്ടാകും കൂടെ. ജവമാല ചെല്ലുമ്പോൾ നമ്മൾ പറയുന്ന വിഷയത്തിൽ അമ്മ അക്കമ്പനി ചെയ്യും. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകൻ വിജയകുമാറിൻ്റെ ഒരു വാടക കൊടുത്തതാണ് കൊച്ചിലെ ഒരു വീട്. അപ്പോൾ കൊടുത്തവൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ഇറങ്ങേണ്ട സമയം നവംബർ മാസത്തിൽ ഇറങ്ങേണ്ട സമയമായപ്പോൾ ഒരാഴ്ച മുമ്പ് വിജയകുമാറിൻ്റെ കൊച്ചിയിലുള്ള വീട്ടിൽ 3 പോലീസുകാർ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ വന്നു. അപ്പോൾ വിജയകുമാർ വാതിൽ തുറന്നപ്പോൾ അങ്ങനെ പച്ചക്ക് പഠിച്ചിട്ട് പോകാത്ത ആൾ, ബിസിനസ് ഉണ്ടെന്നേ ഉള്ളൂ. അതിൻ്റെ ഒപ്പമാണ് ഇതുപോലെ അറസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും, എന്ത് എതിരെ നീങ്ങാൻ അറിയാൻ പറ്റും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ വെറുതെ സുപ്രഭാതത്തിൽ രാവിലെ നേരം വിളിച്ചപ്പോൾ ഒരു SI 2 പോലീസുകാരും അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയും. അപ്പോൾ വിജയകുമാർ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു വാറണ്ട് ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ വാറണ്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വിജയകുമാർ എന്താ വിഷയം എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ വാടകക്കാരനെ തല്ലിയെന്ന്. നമ്മൾ വാടക കൊടുത്ത് വീട്ടിലെടുത്ത് താമസിക്കുന്നുണ്ട്, അവനെ നമ്മൾ തല്ലി. ആ വാടക വീട് നമ്മൾ അടിച്ചു പൊളിച്ച് അവൻ കൊണ്ട് ക്രിമിനൽ സ്യൂട്ട് ചെയ്തിരിക്കുകയും അറസ്റ്റ് വാറണ്ട് വന്നിരിക്കുകയും. ഉടനെ വിജയകുമാർ വാതിലടച്ചു. സാർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. SP പരിചയം ഉണ്ടായിരുന്നു. SP വിളിച്ചാൽ പറഞ്ഞു എന്താ ചെയ്യണം, ഞാൻ ചെയ്യാത്തൊരു പരിപാടിയാണ്, എന്തോ ഒരു ചതിയാണെന്ന് പറഞ്ഞു. ഉടനെ SP ഈ SIനെ വിളിച്ചിട്ട് പറഞ്ഞു എന്തോ ചതിയുണ്ട് ഇതിൻ്റെ അകത്ത്, നിങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട, ഞാൻ ഫോളോ അപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കട്ടിച്ചടുത്ത് രക്ഷപ്പെട്ടു. പക്ഷേ SI എന്ത് ചെയ്ത്, SIക്കൊക്കെ അതിൻ്റെ അകത്ത് പങ്കുള്ളതാണ്. SI എന്ത് ചെയ്ത് ഈ ക്രിമിനൽ സ്യൂട്ട് അങ്ങനെ തന്നെ, അതായത് അതിക്രമിച്ച് അകത്ത് കയറി കൊല്ലാൻ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാമ്യമില്ലാത്തൊരു സാധനം കേസാക്കി. അപ്പോൾ തിരക്കി നോക്കിയപ്പോൾ എന്താ സംഭവിച്ചാൽ അവന് അവിടുന്ന് ആ വാടക വീട് നല്ല വീടാണ്, ഞാനും അത് പോയിട്ടുള്ളതാണ്. അവിടെ 2 നിലയാണ്, പഴയ വീടാണ്. അപ്പോൾ അതിൻ്റെ ഉപകരണങ്ങളെല്ലാം ഈട്ടിയിടാണ്. അലമാരി എല്ലാം പണ്ടത്തെ ഈ രീതിക്ക് ഓർണമെൻ്റൽ വർക്കുള്ളതാണ്. അപ്പോൾ 2 നില വീട്, നല്ല കോറിഡോറൊക്കെ ഉള്ള വീടാണ്. അപ്പോൾ ഇത് വാടക 9,000 രൂപ, 3,000 4,000 രൂപ വാടകയാണ്. പക്ഷേ ഈ വീട് അടിച്ചു മാറ്റാൻ വേണ്ടി അവന് ഇവിടുന്ന് ഇറങ്ങാൻ കഴിയില്ല. അവനെന്ത് ചെയ്ത്, അവനവൻ്റെ കൂട്ടുകാർ ഗുണ്ടകളെ വിളിച്ചുകൊണ്ട് ഇരുമ്പ് പൊടി എടുത്തിട്ട് അലമാരിയെല്ലാം തല്ലിപ്പൊളിച്ച് മേശ ഒടിച്ച് ഉടനെ പോലീസ് പെറ്റീഷൻ കഴിച്ച് ഞാൻ ഇറങ്ങുകയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഓണർ വന്ന് ഞങ്ങളെ തല്ലി എന്നെ കയ്യേറ്റം ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചു, എന്നെ വീടടിച്ച് പോറ്റി. അപ്പോൾ നോക്കുമ്പോൾ ശരിയാണല്ലോ, ഓണർ വന്നിട്ട് ഇവനടിക്കാൻ വേണ്ടി ഈ പരിപാടിയെല്ലാം ചെയ്യുന്നതാണ് പറയണത്. അപ്പം അത് കേസായി. പിന്നെ എന്ത് ചെയ്യാനാണ്, പിന്നെ ഒരു കണക്കിനെടുത്ത്. പക്ഷെ പിന്നെ കേസ് ജാമ്യം എടുത്തതേ ഉള്ളൂ, കേസാകല്ലേ. കേസാകുമ്പോഴേ ഹൈക്കോടതി, സാധാരണ കോടതി തള്ളിപ്പോയി. കാര്യം നമ്മുടെ മജിസ്ട്രേറ്റ് കോടതി ഈ കേസ് തള്ളിയെന്ന് പറഞ്ഞാൽ വിജയകുമാറിനെതിരായിട്ടാണ് വിധിച്ചിരിക്കുന്നത്. കാര്യം തെളിവെല്ലാം പോലീസ് എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കണല്ലേ. അപ്പോൾ അതുകൊണ്ട് വിജയകുമാറിനെതിരായിട്ടാണ് ആ മജിസ്ട്രേറ്റ് കോടതി എന്ന് വിധിച്ച്. പിന്നെ ഇത് ഹൈക്കോടതിയിൽ പോയി. മജിസ്ട്രേറ്റ് കോടതിയിൽ ആവശ്യത്തിന് തെളിവ് വിജയകുമാറിനെതിരായിട്ടാണ് കിടക്കണതെല്ലാം. അപ്പോൾ ഹൈക്കോടതി പോയി രക്ഷപ്പെടത്തില്ല. അപ്പോൾ എന്നെ വിളിച്ച് സങ്കടപ്പെട്ട് പറയും എന്ത് ചെയ്യും, ഹൈക്കോടതിയിൽ നിന്നും പോയില്ല, പിന്നെ ചിലപ്പോൾ 3 വർഷമൊക്കെ അകത്ത് കിടക്കേണ്ടി വരും, നമ്മുടെ വീടും പോകും നമ്മൾ തിരിച്ചു വരുമ്പോൾ. ഇങ്ങനെ ചതിയൊക്കെ ഉണ്ട്. ഈ ആൾക്കാർക്കൊക്കെ വെറുതെ കൊണ്ട് വാടകയൊന്നും കൊടുത്തേക്കരുത്. നിങ്ങൾ ആളെന്തരമൊക്കെ നോക്കി, വിഷയം നോക്കി, വിശ്വാസം നോക്കിയൊക്കെ വാടക കൊടുക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ ആളെ നോക്കി, ആളിൻ്റെ സ്വഭാവം നോക്കി, പാരമ്പര്യം നോക്കി, പണ്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ തിരക്കി വെറുതെ വരുത്താൻ വന്നെന്നും പറഞ്ഞുകൊണ്ട് വാടക കൊടുക്കരുത്. തന്നെയല്ലേ ഈ വാടകയെന്നും പറഞ്ഞ് നടക്കണവന്മാരെല്ലാം ഈ ഏജൻസികളാണ്. പക്ഷെ വന്ന് കയറണവന്മാർ ഭയങ്കര ഗുണ്ടകളായിരിക്കും. അറിയത്തില്ല, അതിൻ്റെ അകത്ത് കള്ളനോട്ട് അടിച്ചാൽ പോലും അറിയത്തില്ല. നമ്മളെ വരെ അറസ്റ്റ് ചെയ്യും. കാര്യം നമ്മുടെ പേരിലാണ് രേഖകളെല്ലാം കിടക്കണത്. ഇപ്പോൾ വെറുതെ കയറി ആരെയും താമസിപ്പിക്കാമെന്ന് അനുവദിക്കല്ലേ, പല പണിയായിരിക്കും പിന്നെ വരാൻ പോണത്. ഞാൻ ഈ ഒരു കഥ പറഞ്ഞിരിക്കണം, ഈ ഒരു സംഭവം പറഞ്ഞിരിക്കണം, നിങ്ങളെല്ലാം ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പം ഇതിങ്ങനെ വന്ന് അപ്പം ഇത് മജിസ്ട്രേറ്റ് കോടതി വിജയകുമാറിനെതിരെ വിധിച്ചല്ലോ. ഉടനെ ഹൈക്കോടതിയിൽ പോയി.
ഹൈക്കോടതി വിസ്താരം നടന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യവും നീതിയിലും നമ്മുടെ വീടാണ്. അത് തന്നെ ഇപ്പോൾ തല്ലിപ്പൊട്ടിച്ച് പൊളിച്ച് വെച്ചിരിക്കുകയാണ്. ഇതെങ്കിൽ എല്ലാ വാർഡും 5 പൈസ വാർഡ് തന്നില്ലേയും കുഴപ്പമില്ല, ഒന്ന് ഇറങ്ങി തന്നാൽ മതി എന്ന് പറഞ്ഞാണ് വിജയകുമാർ നിൽക്കുന്നത്. മറ്റോ അങ്ങനെയല്ല, ഞങ്ങളെ കൊല ചെയ്യാൻ നോക്കി, ഇതെല്ലാം ഞങ്ങളുടെ വാടക എഗ്രിമെൻറ്റിന് മുമ്പ് തന്നെ അപ്പോൾ അതിൻ്റെ കൈകയറ്റി, അപ്പോൾ എല്ലാം ക്രിമിനലാണ് വരണത്. അപ്പോൾ അതുകൊണ്ട് ഹൈക്കോടതി, മജിസ്ട്രേറ്റ് കോടതി നമുക്കെതിരെ തള്ളിയത് ഹൈക്കോടതി മിക്കവാറും നമ്മളെ ശിക്ഷിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വിജയകുമാറിനറിയാൻ ശിക്ഷ മേടിക്കാൻ സാധ്യത. കാര്യം ഈ നമ്മുടെ സത്യമായത് കാരണം ഒത്തിരി കുഞ്ഞായ്മയൊന്നും ഇല്ലാത്ത, കുതന്ത്രമില്ലാത്ത ഒരു സാധാരണ വക്കീലിനെ, വലിയ കുഴപ്പമില്ലാതെ ഹൈക്കോടതി വാദിക്കണ വക്കീലിനാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ മറ്റവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. കിട്ടിയാൽ വീട് കിട്ടും. വീടെന്ന് പറയുമ്പോൾ 2 കോടി രൂപ വരുവേ, കാര്യം കൊച്ചിയിലല്ലേ. അപ്പം അത്രയും കിട്ടും. അപ്പോൾ അവരതുകൊണ്ട് ഹരയും തരയും മുറുക്കി നല്ല അടിപൊളി വക്കീലിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. കാര്യം എല്ലാ ലൂപ്പ്ഹോളും അടിച്ച് ജഡ്ജിനെ വരെ ജഡ്ജ് ചെയ്യണ വക്കീലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അയാളിങ്ങനെ കത്തിക്കേറുകയാണ്. പക്ഷെ നമ്മുടെ വക്കീൽ അവിടെ നിന്നുകൊണ്ട് ഈ ക്രിമിനൽ വക്കീൽ, അവർക്കല്ലേ മജിസ്ട്രേറ്റ് കോടതി നമുക്കെതിരെ തള്ളിയ കേസല്ലേ. അപ്പോൾ ഹൈക്കോടതിയിൽ ഈ വക്കീലിൽ നിന്ന് കത്തിക്കേറുകയാണ്. അയാൾ എങ്ങനെ ഒരു 5 ലക്ഷം രൂപ അയാളെ മേടിച്ച് കാണും, അത്ര അടിക്കണം അയാൾ. പക്ഷേ അനങ്ങാൻ പറ്റില്ല. നമ്മുടെ വക്കീൽ എന്ന് പറയണത് സത്യസന്ധമായ കാര്യമാണല്ലോ. പക്ഷേ കോടതി ഇതൊന്നും വിഷയമില്ല. കോടതി തെളിവാണ് പ്രോബ്ലം. തെളിവും സാക്ഷിയും. സത്യത്തിനൊക്കെ ഒരു വിലയുമില്ല എവിടെയെങ്കിലും. സത്യമാണെങ്കിൽ എന്തുമാത്രം ശിക്ഷിക്കാം. ഒരു സത്യവുമില്ല അവിടെ ഉള്ളതെന്ന് പറഞ്ഞത്. കോടതിയുടെ സത്യമെന്ന് പറയണത്, ഇപ്പം രാഷ്ട്രീയക്കാർക്ക് സത്യമുണ്ട്. എന്താണ് സത്യം? നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ സത്യമല്ല അവർക്കുള്ളത്. അവിടെ കസേരയാണ് അവിടെ സത്യം. അത് പോണ ഒരു സത്യവും അവർ അംഗീകരിക്കത്തില്ല. കോടതിയിലെ സത്യം എന്താ? തെളിവാണ് സത്യം. തെളിവുണ്ടെന്നേ ചോദിക്കത്തുള്ളൂ. അമ്മയെ കൊന്നു, ആ തെളിവുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ പിന്നെ സാക്ഷികളുടെയൊക്കെ അവസ്ഥ അറിയാമല്ലോ. ഇഷ്ടമുള്ളപ്പോൾ മാറുകയും ചെയ്യും, പുതിയ സാക്ഷികളെ വേണേൽ ഉണ്ടാക്കുകയും ചെയ്യാം. അതെല്ലാം ഒരു 10-50 ലക്ഷമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ വേണേൽ സാക്ഷി ചെയ്യുന്നതെന്ന് വന്ന് സാക്ഷി പറഞ്ഞും പോകും. ഇതൊക്കെ ഞാൻ കളിയാക്കി പറഞ്ഞതല്ലേ, നമ്മളെ കണ്ടിട്ട് സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. റിലേറ്റ് ചെയ്യാനില്ല ഒന്നും നമുക്ക് റിലേറ്റ് ചെയ്യാനില്ല. ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോൾ വിജയകുമാർ എന്നെ പറഞ്ഞു, അച്ഛാ നമ്മുടെ വക്കീലിനെ അയാൾ ചവിട്ടിക്കൂട്ടുകയാണെന്ന് പറഞ്ഞു. എന്ത് ചെയ്യുക, മിക്കവാറും ശിക്ഷ മേടിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉടനെ വിജയകുമാർ ചോദിച്ചു, പെട്ടെന്ന് ഫോണാണല്ലോ, അയാൾ ഹൈക്കോടതി വാദിക്ക് വിജയകുമാർ ഇങ്ങനെ കൈയും കെട്ടി നിൽക്കുകയാണ്. 2 അകത്ത് ചേംബറിൽ ജഡ്ജിരിക്കണം, അപ്പുറത്തും ഇപ്പുറത്തും വക്കീൽമാരെ കൂട്ടുന്നുണ്ട്. വാദമാണ്, വക്കീൽ പറഞ്ഞതുകൊണ്ട് പ്രതികളെ കൂട്ടുന്നത് വാദമാണ്. ഇപ്പം വിസ്താരമാണ്. അപ്പം അങ്ങനെ സമയത്ത് അപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛൻ എന്ത് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ വക്കീൽ പഠിക്കണം, ഒന്നും ചെയ്യാനില്ല, ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ അയാൾ മറന്നിരിക്കണം. മറ്റവൻ ചാടിക്കഴിഞ്ഞപ്പോഴല്ലേ ഈ നമ്മൾ പറഞ്ഞു കൊടുത്ത പോയിൻ്റ് വരെ നമ്മുടെ വക്കീൽ മറന്ന്. അപ്പോൾ എന്ത് ചെയ്യുന്നത്? അപ്പം ഞാൻ ഉടനെ പറഞ്ഞ്, നിങ്ങളുടെ കയ്യിൽ ജപമാല ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് അപ്പോൾ ഉടനെ ഉണ്ട് വെച്ചാന്ന് പറയാം. അതാണൊരു ഭാഗ്യമാണ്. അപ്പോൾ ഈ ജപമാലയൊക്കെ ഒരു ഗുണമെന്ന് പറയുന്നത്, നരകത്തിൽ പോയാലും ജപമാലയും കൊണ്ട് പോകത്തുള്ളൂ. ഇതാണ് ജപമാല എന്ന് പറയുന്നത്. ഈ ഒരു ഫംഗ്ഷൻ്റെ സംഭവം അല്ലതേ. ഒരു ഫംഗ്ഷൻ വന്നാൽ 100 ജപമാല, എന്നാൽ ജപമാല എടുത്തേക്കാം, അങ്ങനെയല്ല. ജീവിതത്തിൽ തന്നെ ജപമാല എപ്പോഴും ഉണ്ടാവും. അങ്ങനത്തെ കൈ പോക്കറ്റ് ബൈബിളും ഉണ്ടാകും, എപ്പോഴും കൈ ജപമാല ഉണ്ടാകും. ഇപ്പോൾ ജപമാല എന്നൊക്കെ പറഞ്ഞത് നമുക്ക് ഒരു പള്ളികളിലൊക്കെ വീടുകളിലൊക്കെ ഈ തുണി അലക്കി ഉണക്കാൻ വേണ്ടി അഴയിലിട്ടേക്കല്ലേ, അതുപോലെ ജപമാല അഴയിലിട്ടേക്കും. വൈകുന്നേരം ആകുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി 2 കുടയും കുടഞ്ഞ് തൂത്തെടുത്തുകൊണ്ട് വരും. അപ്പോഴുണ്ട് നമ്മുടെ ഒരു കൊച്ച് ഉട്ടാപ്പി മതി ഈ കുടുംബം മുഴുവനും നശിപ്പിച്ചിരിക്കുന്ന ആരാണെന്നറിയാമോ? ഞാൻ എപ്പോഴും നിങ്ങൾ പറയും, മുതിർന്നവരോ വെള്ളമടിക്കുന്നവരോ ഒന്നുമല്ല. നിങ്ങൾ അവരെ ടാർഗറ്റ് ചെയ്തിട്ടിരിക്കും. ഈ മനുഷ്യൻ കുടിക്കുന്നത് കൊണ്ടാണ് ഈ കുടുംബം ഇങ്ങനെ തുറഞ്ഞു കിടക്കുന്നത്. അപ്പോൾ അയാൾ പറയും, നിൻ്റെ പ്രാർത്ഥന കൂടിപ്പോയത് കൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇവർ 2 പേരും അല്ലേ. അവിടെ ഈ തുണിയില്ലാതെ നടക്കുന്ന കൊച്ചു പിള്ളേരില്ലേ, അരഞ്ഞാനം മാത്രം കിട്ടിയിട്ട് 2 വയസ്സുകാർ, ഇവരാണ്, ഈ ലുട്ടാപ്പികളാണ് കുടുംബം നശിപ്പിച്ചിരിക്കണം മുഴുവനും. അപ്പോൾ നിങ്ങളവർക്ക് അച്ഛാ കുഞ്ഞു പിള്ളേർ അങ്ങനെ പറഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞു പിള്ളേർ അങ്ങനെ പറയണതല്ല. ഈ വള്ളം എന്തിനുള്ളതാണ്? വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കാനുള്ളതാണ്. ഉറപ്പല്ലേ? ഈ വെള്ളം വള്ളത്തിൻ്റെ അകത്ത് കിടന്നുള്ള അവസ്ഥ എന്താണ്?
വെള്ളം മുങ്ങിപ്പോവും. കുട്ടികളെയൊക്കെ ഒരു 7 മണി പ്രാർത്ഥനയ്ക്കൊന്നും കുട്ടികളെ കൂട്ടരുത്. ഈ 2 വയസ്സുകാരെ കുട്ടികളെ കൂട്ടി എന്ത് കാണിക്കാനാണ്? ഒന്നും ചെയ്യാനില്ല. കാര്യം ഈ 2 വയസ്സുകാരെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഈ കൊച്ച് ഉണർന്നിരിക്കണത് എന്തിനാണ്? ഒരാവശ്യമില്ല. ആ കുട്ടിക്ക് വരെ ഭക്ഷണം കൊടുത്തിട്ട് ഒരു 6 മണിക്ക് ഭക്ഷണം കൊടുത്ത് കുട്ടിനെ ഉറക്കണം. അപ്പോൾ ആ വീട്ടിൽ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിങ്ങനെ നമ്മൾ പ്രാർത്ഥനയിലേക്ക് ഓടിക്കണം. ഈ കൊച്ചു ഓടി വന്ന് എന്താ ചെയ്യണമെന്ന് അറിയാമോ? നമ്മളെ കൊന്തേ കയറി പിടിക്കും. പണിയല്ലേ പണി? കൊന്തേ കയറി പിടിക്കുമ്പോൾ അപ്പം നമ്മൾ ഈ കൊട്ടിപ്പിടിച്ച് കൊച്ചു ധൃതി കാണിക്കുമല്ലോ. കൊച്ചുടനെ കൊന്തേ കയറി പിടിക്കുമ്പോൾ നമ്മളുടനെ കൊന്തേ പിടിക്കും. നമ്മൾ തിരിച്ചു പിടിക്കുമ്പോൾ അത് വലിക്കുമ്പോൾ കൊന്ത പൊട്ടിപ്പോകത്തില്ലേ? അത് കാരണം നമ്മൾ കൊന്ത വിട്ടു കൊടുക്കും. അപ്പോൾ ഉടനെ കൊച്ചി ചന്തൽ നടക്കണ പോലെ ഈ കൊന്തയും തൂക്കിപ്പിടിച്ച് തൂക്കി നമ്മുടെ ചുറ്റും നടക്കും. ഇവിടെ കൊണ്ട് അമ്മാമ്മ എടുത്ത് കൊടുക്കും. അപ്പോൾ അമ്മാമ്മ കൊന്ത കാണുമ്പോൾ അമ്മാമ്മക്ക് ഇതായോ എന്നൊക്കെ ചോദിക്കും. ഉടനെ കൊച്ചിങ്ങനെ കൊടുത്തിട്ട് വലിക്കും. അപ്പോൾ അമ്മാമ്മ ചിരിക്കും. അമ്മാമ്മ ഒരു കൊച്ചിന് ചന്തക്കൂടെ അടി വെച്ചു കൊടുക്കും. കൊച്ച് അത് മേടിച്ച് ഇങ്ങോട്ട് മേടിക്കും. ഇവിടെയും ഈ കളി കളിക്കും, ഇവിടെയും ഈ കളി കളിക്കും. ഇങ്ങനെ കളി കളിച്ച് ആ 10 മിനിറ്റ്, ആ ഒരു 20 മിനിറ്റുള്ള കൊച്ച് ആ കൊന്ത കുടുംബത്തിലെ പ്രാർത്ഥന തകർത്ത് കളഞ്ഞിരിക്കും. പിശാച് നേരിട്ടിറങ്ങി വന്നാൽ പോലും ഒരു പാത്രം തകർക്കാൻ പറ്റത്തില്ല, പക്ഷെ ഒരു കൊച്ചു തകർക്കാൻ പറ്റും. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ എത്ര കുഞ്ഞുങ്ങളാണെന്നറിയാം. അപ്പം നമ്മളെപ്പോഴും നമ്മളവർക്ക് പിശാച് വർക്ക് ചെയ്യണത് അവനതിൻ്റെ മർമ്മം അറിയാം, എവിടെയാണ് തൊടേണ്ടതെന്നറിയാം. അവിടെ തൊട്ടതമ്മ അനങ്ങത്തില്ല. അവൻ കൊച്ചിനെ വെച്ചാണ് കൈകാര്യം ചെയ്യണത്, ഓപ്പറേറ്റ് ചെയ്യണത്. ഈ സംഭവം ഓപ്പറേറ്റ് ചെയ്യണ കൊച്ചിനെ വെച്ചാണ് ഓപ്പറേറ്റ് ചെയ്യണത്. ഇങ്ങനെ ആ ഒരു കൊച്ച് വളർന്നു വരുന്നതിനുള്ളിൽ, ആ കൊച്ച് വരുന്ന 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സാകുന്നതിനുള്ളിൽ ആ കുടുംബത്തിൻ്റെ എല്ലാ പ്രാർത്ഥനയും തീർന്നിരിക്കും, നശിച്ചിരിക്കും. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കാതെ, ഞാൻ കുഞ്ഞുങ്ങളെ കുറ്റം പറയുകയല്ല, പക്ഷേ കുഞ്ഞുങ്ങളെ വളർത്തുന്നവരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. ഇപ്പം ഞാൻ വിജയകുമാറിനോട് ചോദിച്ചപ്പോൾ ഞാൻ വിജയകുമാർ കൊന്ത കയ്യിലുണ്ടെന്ന് ചോദിച്ചു. ഉണ്ടാച്ചാന്ന് പറഞ്ഞു. ഒരു മരത്തിൻ്റെ കൊന്ത പുള്ളി ഉപയോഗിക്കണത്. പുള്ളി പളങ്കിൻ്റെ കൊന്തമൊന്നും ഉപയോഗിക്കാത്തത്. എന്താ വെച്ചാൽ മരത്തിൻ്റെ ചരട് കൊന്ത, മരത്തിൻ്റെ മണിയും ചരട് കൊന്ത എപ്പോഴും ഞാൻ കാണുന്ന അതാണ്. എന്താ കാര്യം? ഞാൻ ചെന്ന് ഈ കൊന്ത ഇത് മറ്റത് പൊട്ടിപ്പോകുമെന്ന് പറയും. അപ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ കരുതിക്കൂട്ടി ചെല്ലാൻ വേണ്ടി തന്നെ കൊണ്ടു നടക്കണതാണ്. അല്ല പൊട്ടുമ്പോൾ പൊട്ടണമെന്നല്ല, പൊട്ടരുതെന്ന് വിചാരിച്ച് ഈ കൊന്ത ചെല്ലിയ പൊട്ടരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചരട് കൊന്തയും മരത്തിൻ്റെ മണി ഉപയോഗിക്കണത്. അങ്ങനെ ഉപയോഗിച്ചാൽ അത് പോക്കറ്റിലുണ്ട്, എപ്പോൾ നോക്കിയാലും കാണും. അത് ചെല്ലിയപ്പോൾ ഒരു സ്വർഗസ്ഥനെ, അപ്പോൾ നമ്മളെ വക്കീലിങ്ങനെ ചവിട്ടി, മറ്റേ ക്രിമിനൽ വക്കീൽ ചവിട്ടി കൂട്ടി ഇങ്ങനെ ഒതുങ്ങി എല്ലി ഒടിഞ്ഞ് അവിടെ കിടക്കുകയാണ്. ആ സമയത്താണ് അപ്പോൾ ജഡ്ജ്മെൻ്റ് എഴുതേണ്ട സമയമായപ്പോൾ വിജയകുമാറിൻ്റെ ഈ കൊന്ത വന്ന് ഉടനെ ഈ പ്രാർത്ഥിച്ച് പുള്ളി ഒരു സ്വർഗസ്ഥനെ 10 തന്നെ നിറഞ്ഞോറിയാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അത്രയേ ഉള്ളൂ. എന്നിട്ട് വിജയകുമാർ ഒറ്റ കാര്യം പറഞ്ഞ്, അമ്മേ ജഡ്ജിൻ്റെ പുറകിൽ പോയി നിൽക്കാൻ പറഞ്ഞു. കാര്യം ജഡ്ജിപ്പോൾ എഴുതിപ്പോവും, അതുകൊണ്ടാണ് പ്രശ്നം. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊരു നോട്ട് അതുപോലെ നേരത്തെ പുള്ളി കിട്ടിയിട്ടുണ്ട്, അത് പുള്ളി മനസ്സിലുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. ഇപ്പം ഈ ജഡ്ജിൻ്റെ പുറകിൽ പോയി നിൽക്കണേ അമ്മയെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് വായി നാക്കിട്ടില്ല, മറ്റൊന്നൊരു വാദം നടന്നുകൊണ്ടിരിക്കണല്ല. ഉടനെ പെട്ടെന്ന് ജഡ്ജി ഇങ്ങനെ ഏണ്ട തേള കുത്തിയ പോലെ ചാടി എഴുന്നേറ്റ്. അപ്പം അമ്മ പുറകെ വരുന്നതിൻ്റെ അടയാളമാണ്. പെട്ടെന്ന് ഈ മനുഷ്യൻ ആ ക്രിമിനൽ വക്കീലിൻ്റെ അടുത്ത്, ആ ഒരു ജഡ്ജാണേ, ഒരു 4-5 വിസ്താരം ചോദ്യങ്ങൾ ചോദിച്ചു. പറയടാ നീ ജഡ്ജ്. അങ്ങനെ ജഡ്ജിമാരിപ്പോൾ ഞാൻ ഒത്തിരി പ്രാവശ്യം കോടതി പോയിട്ടുണ്ട്, പക്ഷേ ജഡ്ജിമാരൊരിക്കലും വക്കീലിനോട് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കത്തില്ല. അവർ വാദം ഫോളോ ചെയ്യുകയുള്ളൂ. അതിന് അവർ ഉപയോഗിക്കുന്നതിന് തെളിവുണ്ടോ, തെളിവില്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കും, തെളിവ് കാണണമെന്ന് പറയും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ അവർ ലോ പോയിൻ്റേ നോക്കത്തുള്ളൂ. ജഡ്ജിമാരുടെ കയ്യിലും വക്കീലുമാരുടെ കയ്യിലും ഒരു വിഷയമില്ല, അവർ ലോയാണ് അവിടെ കൈകാര്യം ചെയ്യണത്. അപ്പോൾ ലോ കറക്റ്റാണെന്നുണ്ടെങ്കിൽ ജഡ്ജി പ്രൊസീഡ് ചെയ്യാൻ പറയും, ലോ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ പറയാൻ പറയും. അപ്പോൾ അയാൾ നല്ല ശരിക്കും കാലൊക്കെ കുടിച്ച് പച്ചവെള്ളം കുടിക്കുന്നവരാണ് ലോ പറയണത്. അതനുസരിച്ച് അയാൾ പ്ലേസ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് അമ്മ പുറകിൽ പോയി നിൽക്കാൻ പറഞ്ഞില്ല. പെട്ടെന്ന് ഈ ജഡ്ജി എഴുന്നേറ്റ് ജഡ്ജിയുടെ ഭാവം മാറി പെട്ടെന്ന് ഈ മനുഷ്യടേക്ക് ഒരു 5-6 ചോദ്യങ്ങൾ
എന്നിട്ട് പറഞ്ഞ് നിങ്ങളിത് ഫാബ്രിക്കേറ്റഡ് കേസാണ്. പെട്ടെന്ന് ഈ മനുഷ്യൻ പറഞ്ഞു ഇത് ഫാബ്രിക്കേറ്റഡ് കേസാണ്, നിങ്ങൾ ആവശ്യമില്ലാത്ത ഫാൾസ് വിറ്റ്നസിങ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞ് ഈ ക്രിമിനൽ വക്കീൽ കത്തിക്കാളി ജ്വലിച്ച് നിന്നവനുണ്ടല്ലോ, പെട്ടെന്ന് ആവിറങ്ങിപ്പോൾ. കാര്യം ഇങ്ങനെ ഒരു ഇടപെടൽ ആ മനുഷ്യന് സുപ്രീം ജഡ്ജി ചാടിക്കയറിയിട്ട് ഇങ്ങനെ ചോദിക്കണത്. ജഡ്ജിനെ ഒതുക്കിയാൽ ഇവൻ പ്ലേസ് ചെയ്തല്ലേ ചെയ്യണത്. പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ യെസ് ഓണർ എന്നൊക്കെ പറഞ്ഞ് ചാപ്റ്റർ ക്ലോസ് ആയി കളഞ്ഞു. സെക്കൻഡിനുള്ളിൽ അവിടെ ഇരുന്നുകൊണ്ട് അയാൾ ജഡ്ജ്മെൻ്റ് എഴുതി, വിസ്താരം എല്ലാം സ്റ്റോപ്പ് ചെയ്ത്. അതായത് വിജയകുമാറിന് അനുകൂലമായിട്ട് വിധിയായി. ഇതെന്ന് പറയണത് അത് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞില്ലേ, അമ്മയുടെ കയ്യിൽ എല്ലാം ഉണ്ട്, നമ്മുടെ കയ്യിലും എല്ലാം ഉണ്ട്. കൊന്തയുടെ രൂപത്തിലാണെന്നേ ഉള്ളൂ. അമ്മയുടെ കയ്യിലെല്ലാം ഉണ്ട്, നമ്മുടെ കയ്യിലും എല്ലാം ഉണ്ട്. എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? കൊന്തയുടെ രൂപത്തിലാണ്. ഭക്ഷണമായാലും ജോലിയായാലും വിവാഹമായാലും കുഞ്ഞുങ്ങളായാലും ഇതുപോലെ കള്ളക്കേസ് അകപ്പെട്ടാലും നമ്മുടെ കയ്യിലും എല്ലാം ഉണ്ട് ഈ ജപമാലയുടെ രൂപത്തിൽ. അപ്പോഴേ ഇങ്ങനെ വരുമ്പോൾ ഇന്ന് മുതൽ നിങ്ങൾക്കിതൊരു രീതിയാകണം. ജപമാല എപ്പോഴും കയ്യിൽ സൂക്ഷിക്കുക. ചില പെണ്ണുങ്ങൾക്ക് ഒരു അസുഖമുണ്ട്, ഒന്നും കൈ കൊണ്ട് നടക്കത്തില്ല, ചെറിയ ബാഗ് പോലും കൊണ്ട് നടക്കത്തില്ല, ഭയങ്കര പ്രശ്നമാണ്. ജപമാല പോലും കയ്യെക്കൂട്ടി എണ്ണാൻ നോക്കും. അത് നിങ്ങൾ വല്ല തേങ്ങായും പൊണ്ണി എണ്ണിയാൽ മതി. ഇതൊക്കെ മാതാവിനറിയാം ഇതൊക്കെ അപമാന കേസാണെന്നറിയാം. അപ്പം ഇങ്ങനെ വേഷം കണ്ട അഭ്യാസങ്ങളൊന്നും ദൈവത്തിൻ്റെ അടുത്ത് കാണിക്കരുത്. മര്യാദയ്ക്ക് വെളിമയോടെ വിനയത്തോടെ ജപമാല കൈ കൊണ്ട് നടക്കണം. ഒരു കുഞ്ഞു ബാഗ് ഉണ്ടെങ്കിൽ അതിന് ജപമാല സൂക്ഷിക്കണം. ഒരു വിഷയം വന്നാൽ അപ്പം എടുത്ത് പ്രാർത്ഥിക്കണം. വിഷയം വരണ്ട, നമുക്കൊരു ഇൻ്റർവെൽ വന്നാൽ മതി. ഒരു ഇടവേള വന്നാൽ നിൻ്റെ ഇടവേളകൾ ജപമാല മുഖരിതമാകണം. നിൻ്റെ ഇടവേളകൾ ജപമാല മുഖരിതമാകണം. നിൻ്റെ ഇടവേളകൾ ആരാണ് അതിൻ്റെ തൊക്കിപ്പ് ചെയ്യണതെന്ന് ഓർത്താൽ നീ ആരാണെന്ന് ഞാൻ പറയാം. നിൻ്റെ ഇടവേളകൾ ആരാണ് ഒക്കിപ്പ് ചെയ്യണതെന്ന് നീ പറഞ്ഞാൽ നീ ആരാണെന്ന് ഞാൻ പറയാം. ചിലപ്പോൾ നിൻ്റെ ഇടവേളകൾ ഒക്കിപ്പൈ ചെയ്യണത് സ്വർണ്ണ ബിസ്ക്കറ്റ് കാര്യത്തിൽ ചിലപ്പോൾ ജയശങ്കറുമായിരിക്കും. ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ഭരിക്കുന്നവരും ഇവിടെ കോടതിയുണ്ട്, അവരത് വേണ്ട കാര്യം തിരയും. നമുക്കിതൊന്നും അന്വേഷിക്കേണ്ട തിരക്കേണ്ട ഒരു കാര്യവുമില്ല, തിരക്കേണ്ടും കാര്യമില്ല. പല കാര്യമുണ്ടോ? ജയശങ്കറിനെ പിടിക്കുമോ, അറസ്റ്റ് ചെയ്യുമോ? ഇല്ലേ. അറസ്റ്റ് ചെയ്യുമോ? ഇല്ലേ. ഇത് അറിഞ്ഞിട്ട് എന്ത്? അറസ്റ്റ് ചെയ്താൽ നമുക്കെന്ത്? അറസ്റ്റ് ചെയ്തില്ല എന്ത്? ഒന്നും കഥയില്ല. ഇതൊക്കെ നീതിന്യായ പീഠത്തിൻ്റെ കാര്യങ്ങളാണ്, അത് സർക്കാരിൻ്റെ കാര്യങ്ങളാണ്. അതെൻ്റെ പ്രൊസീഡിങ്സ് പോലെ എൻ്റെ മുറ പോലെ നടക്കും. എന്താ ഞാൻ ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ചോദിക്കും അച്ഛൻ പറഞ്ഞ വാർത്ത കേൾക്കണ്ടേ? നിങ്ങളൊരു വാർത്തയിലല്ല കേൾക്കണത്. എപ്പോഴും ഒരു വാർത്തയുടെ 100 വാർത്ത കേൾക്കുന്നുണ്ടല്ലോ. ഒരു വിഷയത്തിന് 100 വാർത്ത കേൾക്കണത് എന്തിനാ? വല്ല കഥയുള്ള കാര്യമാണ്. എന്നിട്ട് എന്ത് നേടി? അവരെന്ത് നേടി? നിങ്ങളെന്ത് നേടി? ആരും ഒന്നും നേടിയില്ല. നമ്മുടെ സമയം വേസ്റ്റായിപ്പോയി. ഇടവേളകൾ ചത്തുപോണ മനുഷ്യരെ കൊണ്ട് നിറയുന്നു. വിവരമില്ലാത്ത വിഷയങ്ങൾ കൊണ്ട് നിറയുന്നു. അതാണ് നമ്മുടെ പരാജയത്തിൻ്റെ കാരണം. നിൻ്റെ ഇടവേളകൾ ജപമാലകളെ കൊണ്ട് നിറയണം. നിൻ്റെ ഇടവേളകൾ നിൻ്റെ ചുണ്ട് ചലിക്കുമ്പോൾ അത് കർത്താവിനോട് സംസാരിക്കാൻ വേണ്ടിയായിരിക്കണം പകുതിയിലേറെയും. പിന്നെ കാര്യം നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ എപ്പോഴും നമ്മൾ ഓർക്കണം, നിൻ്റെ ചുണ്ട് വെറുതെ ഇരിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അനങ്ങാൻ തുടങ്ങുമെന്നുണ്ടെങ്കിൽ നീ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. നിൻ്റെ ചുണ്ട് വെറുതെ ഇരിക്കുമ്പോൾ അറിയാതെ നന്മ പറഞ്ഞ് പറയുമ്പോൾ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ എന്ന് പറയാൻ തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം നിൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി, നിൻ്റെ ആത്മാവ് ഉണർവുള്ളതാണെന്നർത്ഥം. ഉണർവുള്ള ആത്മാവിൻ്റെ അടയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ഇടവേളകൾ ദൈവത്തിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നിൻ്റെ ഇടവേളകൾ ചുണ്ട് ചലിപ്പിച്ചുകൊണ്ട് ദൈവത്തോട് സംവാദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു കാര്യം, ഈ ലോകം എന്താണെന്ന് നമുക്കറിയാം. ഈ ലോകം ഒന്നും അല്ലെന്ന് നമുക്കറിയാം. ഈ ലോകം ഓരോരുത്തരും എത്തിയിട്ടില്ലെന്ന് നമുക്കറിയാം. ഒരു കൊറോണ വന്നപ്പോൾ എല്ലാം തീർന്നു എന്ന് നമുക്കറിയാം. എല്ലാം തീർന്നു. ഇവിടെ എന്തുണ്ടെന്നൊക്കെ പറയാൻ ഒന്നുമില്ല. ശാസ്ത്രം പോയി, സാഹിത്യം പോയി, എല്ലാം ഇങ്ങനെ എന്നെ കണ്ടാൽ മിണ്ടല്ലേ എന്ന് പറഞ്ഞ് വായുമ്പത്ത് നടക്കണം. കണ്ടില്ലേ? ലോകം മുഴുവനുള്ള മനുഷ്യർ വായുമ്പത്ത് നടക്കുകയാണ്. ഏതാണ്ട് വലിയ ആനക്കാര്യമാണ്, ഞങ്ങളുടെ കയ്യിലാണ് ലോകമെന്ന് പറയുന്ന ആൾക്കാരൊക്കെയാണ് ഇപ്പോഴും ഈ വായുമ്പത്തി മാസ്കും വെച്ചൊക്കെ ഞാനുൾപ്പെടെയുള്ള ആൾക്കാർ നടക്കണത്. അപ്പം ഇന്ന് ഇത്രയും ഉള്ള കാര്യം.
ഇത്രയേ ഉള്ള കാര്യം, ഒന്നും ചെയ്യാനില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കുറച്ച് കഴിയുമ്പോൾ മഹാരഥന്മാർ മരിച്ചു വീഴുന്ന ഒരു മണ്ണിൻ്റെ മധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഓർക്കണം. ആർക്കും ഒന്നും ചെയ്യാനില്ലാതെ ഫേസ്ബുക്കിൽ താഴെ കണ്ടോലൻസ് എന്ന് പറയും. അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ പറയാനില്ല. കണ്ടോലൻസ്, പരസ്പരം കണ്ടോലൻസ് പറയുന്ന ഈ കാലത്ത് ഈ ലോകം അതിൻ്റെ വെറുമ നമ്മളെ കാട്ടി നമ്മുടെ നിസ്സഹായതാവസ്ഥ കാണിക്കുമ്പോൾ നമ്മൾ പാറയെ ചവിട്ടി നിൽക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ പാറയെ ചവിട്ടി നിന്നുകൊണ്ട് കാലത്തെ അമ്മമാതാവിൻ്റെ കരം ഗ്രഹിച്ചുകൊണ്ട് കർത്താവിനെ ലഭ്യമായ ശ്വാസനാളത്തിൽ പ്രാണവായു നിൽക്കണ അത്രയും സമയം യേശുവാണ് കർത്താവെന്ന് പറഞ്ഞ് ജീവിച്ച് അതിൻ്റെ കൃപയ്ക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് അമ്മയോട് ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ കാലത്തെ അതിജീവിക്കാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. എനിക്കൊരു വാക്കുകൂടി പറയാനുണ്ട്. അതായത് നമ്മൾ നവംബർ മാസം 1-ാം തീയതി മുതൽ നവംബർ 1-ാം തീയതി മുതൽ പുതിയൊരു ശുശ്രൂഷ, ഇതിനേക്കാൾ അനേകം 10,000-ങ്ങളെയും ലക്ഷങ്ങളെയും ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ശുശ്രൂഷ കൃപാസനത്തിൽ ആരംഭിക്കുകയാണ്. വീട്ടിൽ ഒരു ദിവ്യസക്രാരി, അതാണ് ആ ശുശ്രൂഷയുടെ പേര്. വീട്ടിൽ ഒരു ദിവ്യസക്രാരി എന്ന് വെച്ചാൽ നമ്മുടെ നിരാലംബമായൊരു കാലമാണിത്. നിരാലംബമായൊരു കാലത്ത് നിത്യത വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ കർത്താവ് വാക്ക് മുമ്പത്തേക്കാൾ ജ്വലിക്കുന്ന ഒരു കാലമാണ്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞവരാണ് കാലത്തിൻ്റെ അവസാനം വരെ പരിശുദ്ധ കുർബാനയിൽ നമ്മോട് കൂടി ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ കാലത്ത് മൊബൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ നവംബർ 1-ാം തീയതി മുതൽ നിത്യാരാധന നിൻ്റെ വീട്ടിൽ തുറന്നിരുന്ന് നിൻ്റെ വീട് ഒരു ദിവ്യസക്രാരിയായി മാറാൻ പോവുകയാണ്. കൃപാസനത്തിൽ വീട്ടിൽ ഒരു ദിവ്യസക്രാരി, നിത്യാരാധന ഓൺലൈൻ, അതായത് എല്ലാ സമയത്തും നിത്യാരാധന അതായത് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ മൊബൈൽ ഓൺ ചെയ്ത് കൃപാസനം FRVP ജോസഫ് കൃപാസനം എന്നുള്ള യൂട്യൂബ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ലൈവ് നിത്യാരാധനയായി നിങ്ങൾ. അത് 24 മണിക്കൂർ രാത്രിയും പകലും നിത്യാരാധനയാണ്. നിത്യാരാധന എന്ന് എഴുതി വെച്ചിട്ട് നമ്മൾ 6 മണിക്ക് അടക്കണ പരിപാടിയല്ല. 24 മണിക്കൂറും നിത്യാരാധന 31 ദിവസവും. അതിനുള്ളിൽ കേരളത്തിലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള പല ശുശ്രൂഷകരും കൃപാവരം ബാധിച്ച ശുശ്രൂഷകരും വന്നിട്ട് നിത്യകുർബാനയെക്കുറിച്ച്, വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൊണ്ടും കർത്താവിൻ്റെ ദിവ്യ സാന്നിധ്യത്തെക്കുറിച്ച് കൊണ്ടും ആ സാന്നിധ്യം കൊണ്ട് ഓരോ നിമിഷവും നമുക്കിനി കണ്ണീരിടണമെങ്കിൽ ഓരോരുത്തരും പോകണ്ട. മൊബൈൽ ഓപ്പൺ ചെയ്തിട്ട് കണ്ണീരിട്ടാൽ മതി. കർത്താവ് എനിക്ക് വിഷമമാണ്, എനിക്ക് ജോലിയില്ല, കർത്താവ് എനിക്ക് എൻ്റെ മക്കൾ വിഷമിച്ച് നിൽക്കുന്നു, എൻ്റെ മക്കൾക്ക് ജോലിയില്ല, എൻ്റെ പഠനം ശരിയായിട്ടില്ല, കർത്താവ് ഞാൻ രോഗിയാണ്, എൻ്റെ രോഗം സുഖപ്പെട്ടിട്ടില്ല. കാര്യം കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞതാണത്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ആ വാക്ക് അക്ഷരാർത്ഥത്തിൽ പാലിക്കും. കാരണം എന്താണെന്നറിയാവോ? അതിന് കുറച്ചുകൂടി മിഴിവ് കിട്ടുന്നതാണ്. കാര്യം 24 മണിക്കൂറും കൃപാസനം അൾത്താരയിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ അമ്മയുടെ നിത്യ മധ്യസ്ഥത്തിലാണ് ഈ വീട്ടിലൊരു സക്രാരി നിത്യാരാധന ഓൺ ലൈവ് ആരംഭിക്കുന്നത്. അത് വല്ലാത്തൊരു അടയാളം നമുക്ക് തരും. കാര്യം കൃപാസനത്തിൻ്റെ ശുശ്രൂഷകൾ അടയാളങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ നിങ്ങൾ ആ ഗൂഗിൾ മീറ്റ് കയറിയാൽ മാത്രം മതി. ഗൂഗിൾ മീറ്റ് തീരണില്ല, നിർത്തണില്ല. അത് നവംബർ മാസവും കറക്റ്റ് 5 മണിക്ക് ഗൂഗിൾ മീറ്റ് ആരംഭിക്കും. ഇപ്പോൾ ഗൂഗിൾ മീറ്റ് അതിൻ്റെ കാര്യം അതിൽ അത്രയേറെ സാക്ഷ്യങ്ങൾ അതിന് കൊടുക്കുന്നുണ്ട്. ഭൂഖണ്ഡങ്ങളിലും രാജ്യാന്തരങ്ങളിലുള്ള കുഞ്ഞുങ്ങളൊക്കെ, കിടന്നുപോയ കുഞ്ഞുങ്ങളെ, ഒരിക്കലും നടക്കത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ഗൂഗിൾ മീറ്റ് കഴിയുമ്പോൾ രാത്രി ചാടി എഴുന്നേറ്റ് നടന്നതൊക്കെ പറഞ്ഞില്ലേ?
അതൊക്കെ പോലെ വലിയ സംഭവങ്ങളാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തു നിന്നാണ് ദിവ്യകുർബാനയിൽ തന്നെ ഈശോ 24 മണിക്കൂറും എഴുന്നള്ളി, നിൻ്റെ കുടുംബത്തെ എഴുന്നള്ളിയിരിക്കുന്ന നിൻ്റെ കണ്ണുനീരും നിൻ്റെ വേദനയും നിൻ്റെ ഭാരവും നിൻ്റെ എല്ലാ ക്ലേശവും ഏറ്റെടുത്ത് എല്ലാം അനുഗ്രഹമാക്കി ആശ്വസിപ്പിച്ച് 5 ഉണ്ടെങ്കിൽ 5000 പേർക്ക് കൊടുത്ത് വിഞ്ഞു തീർന്നു പോയാൽ അതിനുവേണ്ടി മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ദിവ്യകൃപാന യേശുവിൻ്റെ സാന്നിധ്യത്തിൽ യേശുവിൻ്റെ ആശീർവാദത്തിൻ്റെ കയ്യിൽ അത് പരിഹാരം ഉണ്ടാക്കി. അതിനേക്കാളുപരി നിത്യതയെക്കുറിച്ച് ഇന്ന് ഈ കാലങ്ങളിൽ ഒത്തിരി വിഷയങ്ങൾ നമ്മൾ സഭയിൽ ചർച്ച വരുന്നുണ്ട്. നമ്മൾ പരിസ്ഥിതി ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അതുപോലെ ജനങ്ങളുടെ സാഹോദര്യം, സഭയ്ക്ക് പുറത്തുള്ളവരുടെ വലിയ ഒരു സാഹോദര്യ സ്നേഹ കൂട്ടായ്മ ഇക്കാര്യങ്ങളിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം സ്വവർഗഭോഗികളുടെ സിവിൽ മാരേജിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സ്വവർഗത്തിനും പോകാതെ കർത്താവിൻ്റെ വചനവും കേട്ട് കണ്ണീരോടുകൂടി ഏത് സാഹചര്യത്തെ അതിജീവിച്ചുകൊണ്ട് അർമേനിയയിലും ഇന്ത്യയിലും ലോകം മുഴുവനും പെടലി ഛേദിച്ച് കളഞ്ഞിക്കുമ്പോൾ യേശുവേ സ്വസ്ത്രം എന്ന് പറഞ്ഞ് മരിക്കുന്ന, നിത്യത മാത്രം ലക്ഷ്യമാക്കി മരിക്കുന്ന കോടിക്കണക്കിന് ക്രൈസ്തവരുടെ വിശ്വാസത്തെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അസങ്കടകരമായൊരു തിരിച്ചറിവാണ്. നിത്യതയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ട് എത്ര നാളായി? യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതും അപരിശുദ്ധ കുർബാന നമുക്ക് സ്ഥാപിച്ചതും നിത്യജീവൻ. ഇവിടെ എന്ത് ക്ലേശം നീ അനുഭവിച്ചാലും നിന്നെ ഞാൻ കൈവിടത്തിൽ, അന്ത്യം വരെ ഞാൻ ഇവിടെ ഉണ്ടാകും, അത് നിത്യത വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. ലോകത്തിന് ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണെന്ന് പറയുമ്പോൾ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കുമെങ്കിൽ അനുദിനാഹാരവും നിത്യജീവനും ഉച്ചമറവയും ദിവ്യകുർബാനയാണെന്നുള്ള വലിയ വിശ്വാസത്യം ഇനി അടയാളങ്ങളിലൂടെ അനുഭവിച്ചറിയുന്ന ആത്മാത്മിക ആവേശത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വലിയ കാലമാണ് നവംബർ 1-ാം തീയതി മുതൽ കൃപാസന അൾത്താരയിൽ നിന്നൊക്കെ ലഭിക്കാൻ പോണത്. അതാണ് വീട്ടിൽ ഒരു ദിവ്യസക്രാരി. കർത്താവ് നിന്നോടുകൂടെ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ.